നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. കോമഡി ഇത് ഐറ്റം വേറെ. പ്രശാന്തേ, 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 എന്താ ഇങ്ങോട്ട് വന്നേ. എന്താ പറ്റി? ഇങ്ങോട്ട് വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? നമ്മുടെ ഇവിടുത്തെ അമ്പലമില്ലേ, ആ. അവിടുത്തെ അമ്പലത്തിലെ പരിപാടി മറ്റൊന്നല്ല. ആ. അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കണം. ആ. അത്രമാത്രം അടിപൊളിയാക്കണം ആ പരിപാടി മാത്രം. ആ പരിപാടിയെ കുറിച്ച് നിനക്ക് എന്തുകൊണ്ട് അഭിപ്രായം? എന്താ അത് തകർക്കണം, നമുക്ക് തകർക്കണം. തബലയുടെ കാര്യം പറഞ്ഞല്ലോ ഞാൻ നിന്നോട്. കണ്ടത്തിലുണ്ട്. കണ്ടത്തിലോട്ടോ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വംശനാശ ഭീഷണി നേരിട്ടോണ്ടിരിക്കുന്ന ജീവിയാ. ഞാൻ പിടിച്ച കേസും വഴക്കുമാകും. ഇവിടെ വായിക്കാൻ വരുന്ന തബല വായനക്കാരനോ? തവലയോ? ആ. എനിക്ക് ഞാൻ തവള എന്തിയെന്നാ. തവള എന്ത്? നീ ആ ഏറ്റിരിക്കുന്നത് തബലക്കാരനെ കൊണ്ടുവരാമെന്നോ? ഇന്ന് ഫൈനൽ റിഹേഴ്സ് ആയി ഇവിടെ. ഞാൻ ഏറ്റ തവലക്കാരനുമാ വരുന്നത്. ഏറ്റ തബലക്കാരനെ പെട്ടെന്ന് അവനെ വിളിച്ച് കാര്യങ്ങൾ പറ. ഞാനത് വിളിക്കട്ടെ അവനെ. ഹലോ വിനോദേ, എവിടാ നീ? അയ്യോ, എന്താ പറ്റി? അവിടെ പോയി കിടക്കുവാണോ? എന്നിട്ട് എന്താ പറഞ്ഞു? ആണോ? അപ്പൊ ഇതിന്റെ അളവിടും മതി. എനിക്ക് അത്രയേ ഒന്ന് കേട്ടാ മതി. അച്ഛനെ, സംഭവം എന്താണെന്നറിയാവോ? അവനെ വിളിച്ചപ്പം അവന്റെ അച്ഛന് നെഞ്ചിനകത്ത് വേദനയായിരുന്നു. അമ്മാച്ചനും കൂട്ടോണ്ട് ഇവനിപ്പോ ഒരു മൈക്കച്ചിട്ട് കടയിൽ പോയി നിൽപ്പുണ്ട്. അതെന്തിനാ മൈക്ക് സെറ്റിന്റെ കടയിൽ അവൻ പോയി നിൽക്കുന്നത്? നെഞ്ചിനകത്ത് അവൻ വന്നപ്പോ ഡോക്ടർ പറഞ്ഞു പോയി എക്കോ എടുത്തോണ്ട് വരാൻ. അതിന് മൈക്ക് സെറ്റ് കടയിൽ പോയി നിൽക്കുക. എന്തുവായാലും പെട്ടെന്ന് ആളിനെ വിളിച്ച് എനിക്ക് ഇവിടെ റിഹേഴ്സൽ കൊടുക്കണം. ഞാനുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അവൻ എവിടെയെങ്കിലും പോയിക്കോട്ടെ. ഇതെന്തോ കാണിക്കുക? എടാ, ഇതെന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര 2 ദിവസം കൊണ്ട് ഭയങ്കര ഗ്യാസ്. അതിന് അപ്പൊ ഞാൻ ഗ്യാസ് ഉള്ള ഒരു സോഡ വാങ്ങിച്ചു. അപ്പൊ അതിന്റെ അകത്ത് മുടിഞ്ഞ ഗ്യാസ്. അതിനിപ്പോ എന്തോ ചെയ്തത്? ഞാനിപ്പം ജലൂസിന്റെ ഗുളിക ഇട്ടിട്ട് ഇതിന്റെ ഗ്യാസ് മാറ്റിയിട്ട് എനിക്കിത് കുടിക്കണം. ഇതാണോ ഈ കാതകന്റെ വീട്? അല്ല, അയ്യോ അല്ല, കാതികന്റെ വീട് ഇതാണോ? കാതികന്റെ വീട് ഇതാ. ആരാ? എന്നെ വിനോദ് മാഷ് പറഞ്ഞിട്ട് വന്നയാ. എന്നിട്ട് എന്തിനു വന്ന? എന്നെ അയ്യോ, അല്ല മറ്റേ വിനോദ് മാഷ് പറഞ്ഞു വിട്ടായിരുന്നു ഇവിടെ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. തബല? ആ, അതെ അതെ അതെ. തബല നീ പഠിച്ചാന്നോ? രാവിലെ ആ വിനോദ് മാഷിന് വീട്ടിൽ പഠിക്കാൻ വേണ്ടി വന്നേ. ഇന്നോ? ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞ ശിഷ്യനെ വിടുമെന്ന് ആ അന്നേരം ഇങ്ങോട്ട് വന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ എപ്പോഴാ ചെണ്ട പൊട്ടണ്ട അത് പറ. ചെണ്ടയോ? ചെണ്ടയല്ല. അല്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കഥാപ്രസംഗത്തിൽ ചെണ്ട പൊട്ടുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ വേണ്ട, ഇവിടെ തബല മാത്രം നീ അടിച്ചാൽ മതി. അത് ഞാൻ അടിക്കാം. തബല അടിച്ചിട്ടുണ്ടോ ഇതിനുമ്പേ? ഇല്ല. ഇവിടെ കയറി നിന്നകത്തോട് കയറി. തബല പിന്നെ ഒരു കഥാപ്രസംഗം വായിക്കാൻ പറ്റുമോ? അല്ല, അത് എവിടൊക്കെ അടിക്കേണ്ടതെന്ന് കൈവക്കി കാണിച്ചത് ഞാൻ അടിച്ചോളാം. എനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ പഠിക്കാൻ വന്നാന്ന് പറഞ്ഞല്ലോ. അത് ഫൈനൽ റിഹേഴ്സലിന് സാരമില്ല. നാളെ അവൻ വന്ന് പൊരിച്ചാൻ കേറ്റും. അല്ല, ഇപ്പൊ എല്ലാരും പഠിച്ചിട്ടൊന്നുമല്ല. ഞാൻ ഇപ്പൊ എല്ലാരും തബല പഠിച്ചിട്ടാണോ ഈ അമൃതം എടുത്തോണ്ട് തകിലിന് വായിക്കുന്നേ? അല്ലല്ലോ. ഞാൻ ഈ പെട്ടി പഠിച്ചിട്ടാണോ വീണ എടുത്തോണ്ട് പോയി കച്ചേരി ചെയ്യുന്നേ? അപ്പൊ അതിലൊന്നും കാര്യമില്ല. നീ ഒന്ന് അടിച്ചു കാണിച്ചേ. അയ്യോ, ഉണക്കപ്പാളയുടെ പുറത്ത് ആട്ടുംപിടുക്ക വീഴുമ്പോൾ കേൾക്കും. ഇല്ല, ഞാൻ നല്ലോണം ചെയ്തോളാം. ആശം കൈവക്കി കാണിച്ചാൽ മതി. ഞാൻ നല്ല ഐഡിയ വെറും ചെയ്തോളാം. ആദ്യം എന്തോ പഠിച്ചേ? ആദ്യം തിന്നാനാ പഠിച്ചത്. അയ്യോ, അതല്ല. ഇത് പഠിക്കാൻ പോകുമ്പോൾ ആദ്യം എന്തോ സംഭവം? അത് ആദ്യം തിന്നാ. അത് ഞങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. പറഞ്ഞായിരുന്നു. നിന്റെ കണ്ണെന്തോ ചുമന്ന് കിടക്കുന്നേ? അയ്യോ, അതൊന്നും പറയണ്ട എന്റെ പൊന്നെണ്ണ. എന്നാ ഞാൻ ചുമ്മാ ചോദിച്ചാ? അല്ലല്ല, ഞാൻ പറയാം. എന്നാലും ചോദിച്ചതല്ലേ. ഇന്നലെ രാത്രി ഒരുപോലെ ഉറങ്ങിയില്ല. ആരെല്ലാം എടുത്തോണ്ട് പോയോ? അതല്ല, വീട്ടിൽ പാകം വെപ്പിന്റെ പേരും പറഞ്ഞോണ്ട് തൂത്ത് പറഞ്ഞ അടിയായിരുന്നു. അയ്യോ, അതെല്ലാ വീട്ടിലും ഇങ്ങനെ പാകത്തിന്റെ പേര് പറഞ്ഞ അപ്പനും മക്കളും കൂടെ അടി നടക്കുന്നു. നിനക്കിപ്പോ എത്ര സെന്റ് കിട്ടി? ഈ വസ്തുവിനല്ല, പിന്നെ അമ്മ മുട്ട പൊഴിച്ചോണ്ട് വന്നപ്പോ ചേട്ടന് കുറച്ച് ഭാവ കിട്ടിയോളെന്നും പറഞ്ഞോണ്ട് അടി. എന്നെ പൊന്നോ, എന്നെ അടിയാന്നറിയാവോ? ഒരു മുട്ടയ്ക്ക് വഴക്കുണ്ടാക്കി തബല കൊട്ടാൻ വന്നേക്കുവാ. നിങ്ങൾ കുടുംബമൊന്നുമില്ലേ? എനിക്ക് കുടുംബമുണ്ട്. എനിക്ക് 2 ആമക്കളുണ്ട്. അമാര് വന്നാൽ സൂപ്പറായിട്ട് തബല അടിച്ചേ. മൂത്ത മോൻ എന്താ ചെയ്യുവാ? മൂത്ത മോനെ വെളിയില. ഏത് രാജ്യത്ത്? രാജ്യത്തും ഗൾഫിലൊന്നും അല്ല, വീടിന് വെളിയിൽ ഇറക്കി വിട്ടേക്കുവാ. കള്ളു കൂടി ചലമ്പാ. രണ്ടാമത്തോനാ? രണ്ടാമത്തെ ബിടെക്. കൊള്ളാം, അവനെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടല്ലോ ചെറുക്കനെങ്കിലും. നീ എന്തോ ഈ പറയുന്നേ? ബിടെക് എന്ന് പറഞ്ഞു. ബിടെക് എന്നല്ല പറഞ്ഞ, അവന്റെ കാര്യം വിട്ടേക്ക്. അവൻ ഇതിന്റെ ബാക്കിയാ. രണ്ടും പേരെ കേട്ടത്തില്ലേ? അപ്പൊ അപ്പന്റെ മോനാ തല്ലിപ്പൊളികളാ. നീ വന്നതല്ല ഉള്ളോടാ. നീ വന്നതല്ല ഉള്ളോ. നീ പിന്നെ എനിക്കിപ്പോ പണിയുന്നത് അങ്ങനെ പറ്റത്തില്ലെന്ന്. ഇവിടെ കാതികനെ നിനക്കറിയാൻ പറ്റത്തോണ്ടാ. ഭയങ്കര ശർക്കരക്കാരനാ. കർക്കശക്കാരനാ. അതുകൊണ്ട് നീ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ. പ്രശാന്തേ, ഓ ഞാൻ പറഞ്ഞില്ലയോ? പിന്നെ ആള് വന്നോ? ആള് വന്നല്ലോ. ഇങ്ങനെ എന്താ അവന്റെ കാലയിലൊന്ന് നോക്കിയേ. എന്താ ഷൂ ആന്ന് പറഞ്ഞിട്ട് വന്നേക്കുവാ. അതൊന്നും നോക്കണം. നമ്മുടെ പരിപാടിയുടെ റിഹേഴ്സൽ അങ്ങോട്ട് തുടങ്ങാം. അച്ഛൻ ഞാൻ വേറെ കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്തോ? നമുക്ക് മറ്റന്നാൾ മേലത്തമ്പലത്തിലല്ലേ ഉത്സവം? മേലത്തമ്പലത്തിലാണ് പരിപാടി.
ഞാൻ ഇന്നലെ അതിലെ പോയപ്പോഴേ ആ. ഭയങ്കര ആഴി. അയ്യോ ആ അഴി കണ്ടോണ്ട് ഞാൻ പൈസ ഇട്ട് അവിടെ പങ്ക് തൊഴുതു. തൊഴുതോ? ആ. പക്ഷെ ആഴിപൂജ അല്ലായിരുന്നു. ഇല്ലേ? അവിടെ തലേ ദിവസം പരിപാടി നടത്തിയവരെ വണ്ടി കത്തിച്ചതാ. അല്ല എന്നാലും പിന്നെ സംശയം, നമുക്ക് അന്ന് തന്നെയല്ലേ നമ്മുടെ കഥാപ്രസംഗം അവിടെ. ആ, ആണ്. രാജു ഒരു പെട്ടി മുട്ടയും കൊണ്ട് പോയിട്ടുണ്ട്. ഇവിടെ അമ്പലത്തിലോട്ടാണോ? വെറുതെ അമ്പലത്തിലോട്ടല്ല. അതിനാ? കാരണം ആ അമ്പലത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റുള്ള എല്ലാ കടയിലെയും മുട്ട, തക്കാളിക്ക അത് മൊത്തം ഞാൻ വാങ്ങിച്ചാണ്ട് ഈ മൂലയെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതോ? ഏതാണ് നീ വാങ്ങിച്ചത്? അപ്പൊ അവിടെ നമ്മൾ സേഫ്. അവിടെ നമ്മൾ സേഫ്. ആശാനെ ഒരു സംശയം ചോദിക്കട്ടെ, എന്താ സൂക്കോടില്ലയോ? ഇവ വന്നതേ ഉള്ളൂ എന്നോട് ചോദിക്കുന്നത്. എനിക്ക് തോക്കാണ്. ആശാനെന്താ സൂക്കേട്? കമ്മിറ്റിക്കാർക്ക് നിങ്ങൾ കൊടുക്കത്തിൽ പണം വെച്ച ഷോക്കാട്. അതില്ലയോ? ഷോക്കാടുണ്ട്. തോക്കാടുണ്ട്. അത് എന്റെ തലയുണ്ടോ? നിന്റെ ആശാന്റെ തല ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അത് അതെ, പോരെ. അതെ. ആദ്യം നമ്മുടെ തല എല്ലാം ഉണ്ടോ നോക്കട്ടെ. ആ, അതങ്ങോട്ട് തുടങ്ങാം. പൗഡർ എടുത്തിട്ട് കളിക്കാതെ നിന്ന് വായിക്കാൻ നോക്ക്. പ്രശാന്ത് ഇതെന്തുവാ ഇത്? കുഴപ്പമില്ല, ഒന്ന് തുടങ്ങി വെച്ചുകൂടെ. ആ. നാളെ മറ്റോ വന്ന് പൊരിച്ചാൻ കയറ്റും. ഹൃദയ സരസിലെ സഹൃദയരെ ചെരുപ്പിട്ട കാവ് ചെല്ലപ്പനും സംഘവും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ആരംഭിക്കുന്നു. വായി നോക്കി എന്റെ ഒരു നടിയല ഇവിടെ വിനോദിനെ വിളിക്കാൻ. ഈ വേണ്ട, വിളിക്കണ്ട, ഞാൻ അടിക്കാം. അടി പറ. തുടങ്ങ്. വിശ്വവിഖ്യാതനായ ആ. ജോൺ വിസ്താരയുടെ മംഗോണിയ മിക്കോവിയ എന്ന പുസ്തകത്തിലെ നോവലിനെ ആസ്പദമാക്കി കഥാപ്രസംഗ രൂപേണ അണിയിച്ചൊരുക്കുന്ന ഈ കഥയുടെ പേരാണ് ആഫ്രിക്കൻ പൂക്കണ്ടം. നീ എന്തിനു വന്നതാ? എടാ ഇതെല്ലാം ഉണ്ടാക്കാവോ? അടിക്കണം ഇപ്പം. വേണ്ട, നാളെ അടിച്ചാ മതി. അയ്യോ, ഞാൻ അടിക്കാം. നീ വന്നേ. എന്തുവാ? ആ വിനോദിനെ ഒന്ന് ഏ, വിളി. വേണ്ട വേണ്ട ആശാനെ, ഞാൻ അടിക്കാം. അങ്ങാടിയിലാ. ഒന്നുകൂടെ പറ, ഒന്നുകൂടെ പേര് പറ. അണിയിച്ചെടുക്കുന്ന ഈ കഥയുടെ പേരാണ് ആഫ്രിക്കൻ പൂക്കണ്ടം. അത് തെറ്റി. ആഫ്രിക്ക പൂക്കണ്ടോ അല്ല, ഭൂഖണ്ഡം എന്നാ. എടാ അങ്ങനെ ഒരു ഭൂഖണ്ഡം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആഫ്രിക്കയിലെ ഒരു പൂഖണ്ഡം ഉണ്ട്. അവിടെ പൂക്കളാണ് കൃഷി ചെയ്യുന്നത്, പല തരത്തിലും പല നിറത്തിലുമുള്ള പൂക്കൾ. ആഫ്രിക്കയിൽ ഒരു കണ്ടെത്തി പൂ കൃഷി ചെയ്യുന്നു. ഈ കഥ നടക്കുന്നത് ഇവിടെ എങ്ങുമല്ല. ഞാൻ അന്നേരെ പറഞ്ഞില്ല. എടുക്ക്. ഇവിടെ ആഡിറ്റോറിയം വാടകയ്ക്കെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ വാടക എടുക്കാനുള്ള ആസ്തി ഒന്നുമില്ല. എടാ ഈ കഥ നടക്കുന്നത് അങ്ങ് ദൂരെ ആഫ്രിക്കയിലാണെന്നായി പറയാൻ വരുന്നത്. നിങ്ങൾ എന്തിനാ ഈ ഇടയ്ക്ക് പോയി വായിക്കാൻ പോയി കൊട്ടടാ. എന്തിനാ കണ്ട രാജ്യത്തെ കഥയൊക്കെ ഇവിടെ പറയുന്നേ? അത് ഞാൻ തീരുമാനിച്ചാൽ മിണ്ടായിരുന്നു. അത് കൊട്ടു വന്നേക്കോട്ടെ. പച്ചപ്പുതു പറന്ന സസ്യങ്ങൾ, ഹരിതവർണ്ണങ്ങൾ ചാർത്തി നിൽക്കുന്ന അതിമനോഹരമായ ഒരു നാടാണ് ആഫ്രിക്ക. ആര് പറഞ്ഞത്? ആര് പറയുവാ? ഞാനെന്റെ കഥാപ്രസംഗം പറഞ്ഞത് ഞാൻ അങ്ങ് പറയുക. അതൊക്കെ അത്യാണോ? ആഫ്രിക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാതിരിക്കാ നല്ലത്. അല്ല ഒന്നാ പറ. ആഫ്രിക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഫ്രിക്ക ആഫ്രിക്ക ആഫ്രിക്കൻ പായലുള്ള ആഫ്രിക്ക ആഫ്രിക്കൻ ഒച്ചുകൾ വിലസും ആഫ്രിക്ക കേരളി കഥനമ എൻ കേരളം എൻ ആഫ്രിക്ക. അതാ ഇങ്ങോട്ട് നോക്കൂ. അന്നാ കഥാപ്രസംഗം നടക്കും ഇന്ന്. ചേട്ടാ ഞാനത് ഓഡിയൻസിനോട് പറഞ്ഞാ. ആണോ? നമ്മളോടല്ല, നമ്മളോടല്ല. അങ്ങ് അവിടെ ഒരു കണ്ടം, ആ കണ്ടത്തിൽ പല പല നിറത്തിലുള്ള പൂക്കൾ സൂര്യനെ നോക്കി ചിരിച്ചു നിൽക്കുന്നു. അതാണ് ആഫ്രിക്കൻ പൂക്കണ്ടം. വേണ്ട, ഇത് ശരിയാകത്തില്ല. അവൻ അടിക്കുന്നില്ല. അടിക്കണോ? ഒന്നുകൂടെ പറ. വിനോദ് നിന്റെ ഈ കൈയില്ലയോ, ഇതിലോട്ട് ഇങ്ങനെ ഒന്നും മുട്ടിക്കാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ലയോ? നിന്നോട് പിന്നെ എന്തോ അവൻ പറഞ്ഞു വിട്ടേ. ആ പൂക്കണ്ടം പറയുമ്പോ അടിക്കട്ടോ. തവല അടിക്കാനേ പറഞ്ഞുള്ളൂ. തവല അടിക്കാൻ പറഞ്ഞു. ഇത് പിന്നെ ആരുണ്ടാക്കും? നിന്റെ പേരെന്തുവാ? ഇതൂടെ അടിക്കണം. തവല അടിക്കണോ? തവല അടിക്കാനേ പറഞ്ഞു വിട്ടോളൂ. എന്തുവാ പിന്നെ ഒന്ന് വിളിക്കട്ടെ. വേണ്ട അടിക്കാം, ഞാൻ അടിക്കാം. രണ്ടും അടിക്കണം. ആഹാ, കഥ മുമ്പോട്ട് പോട്ടെ. ആഫ്രിക്കൻ പൂക്കണ്ടം. കണ്ടം കണ്ടം ആഫ്രിക്കൻ പൂക്കണ്ടം. കണ്ടം 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 ആഫ്രിക്കൻ പൂക്കണ്ടം. കണ്ടം 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 കണ്ടം. എത്ര കണ്ടമുണ്ട് ഇവിടെ ഇതിനകത്ത്? ഞാൻ ചോദിക്കാൻ ഇപ്പൊ കണ്ടം എത്ര ഉണ്ട്? 2 ഏക്കറ. അതല്ലെന്ന് എത്ര പ്രാവശ്യം കണ്ടം പാടുന്നുണ്ട്? എടാ 3 വട്ടം പാടിയാ മതി കണ്ടം കണ്ടം. 3 പ്രാവശ്യം ഉള്ളൂ. ഓക്കെ. ആശാനെ ഒരു സംശയം. എന്തോ? പൗഡർ മാത്രമേ ഉള്ളൂ, കണ്ണടിയും ചീപ്പുമില്ല. അവൻ ഒരുങ്ങാൻ വന്നാണ്. വിളി. വേണ്ട എടാ പൊട്ട, അത് അതിനകത്ത് ഇടാനുള്ളതാ. ഏതിനകത്ത്? ഈ തമിഴന്റെ കൈക്കകത്ത്. ഇടണോ? എന്തുവാന്ന് പറ. നാളെ റിഹേഴ്സൽ ചെയ്തിട്ട് വേണം നാളെ അവിടെ കയറി. കൊള്ളാം.
നമ്മളെ ചുറ്റിയിലൊക്കെ കൊണ്ട് വെച്ചേക്കുവാ. തബലയുടെ ചുറ്റിക തബലയുടെ ആടാ. ഇത് വേണമല്ലോ അവിടെ. എന്താ പദവാടാ ഇത്? വിളി വിനോദിനെ. നിന്നൊരു റിഹേഴ്സൽ അല്ലയോ, നാളെ അവൻ വന്ന് ഒരിച്ചം കയറ്റും. പൊരിച്ച് കയറ്റിക്കോട്ടെ. അപ്പോൾ ശ്രദ്ധിക്കുക, അതിമനോഹരമായ ഒരു സുപ്രഭാതം പടക്കം ഒന്ന് പൊട്ടിവിടർന്നു. എടാ പടക്കൊന്ന് പൊട്ടിയെന്ന് സുപ്രഭാതം എന്തോ എടുത്തോണ്ടിരിക്കുക. പടക്കം നടി അത് പടക്കം അടിക്കണോ? ആ ഒന്നോടന്ന് സുപ്രഭാതം പൊട്ടി. പൊന്നു പ്രശാന്തേ, രണ്ട് സുപ്രഭാതം പറ്റത്തില്ല, ഒരു സുപ്രഭാതമേ ഉള്ളൂ രാവിലെ. ഒന്ന് സഹകരിക്ക അവനോട്. സുപ്രഭാതം പൊട്ടിയ പറ. സുപ്രഭാതം പടക്കം ഒന്ന് പൊട്ടി വിരിഞ്ഞു. പടക്കോ ആ സംഭവത്ത് പക്ഷെ ഞാൻ ചെയ്തില്ല. നീ അവനെക്കാട്ടിലും മോശമായി വരികയാണ്. ഞാൻ ഈ ഭരിക്കാൻ പോകുന്നോണ്ട്. ഭരിക്കാൻ പോകണ്ട, നീ വായിച്ചു വിട. അടുത്തത് ഞാൻ പറയുന്നു. എവിടെ നിന്നോ ഒരു കിളിയുടെ ഒച്ച. ആ പട 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 പുറകോട്ട് പോട്ടെ. പുറവശം ശരിയാ, അങ്ങേ സൈഡ് ശ്രദ്ധിച്ചോണം. ഈ സൈഡിൽ വണ്ടി ഒന്നും പ്രശാന്തേ, അതേത് കിളിയാ? ഇത് നമ്മുടെ അമൃത ബസ്സിലെ ബിജു ഇല്ലേ കിളി. എടാ അമൃത ബസ്സിലെ കിളിയല്ല, പ്രകൃതിയിൽ നിന്നൊരു കിളിയുടെ ഒച്ച കേട്ടു. പ്രകൃതിയിൽ നിന്നോ? അപ്പൊ മറ്റേ അതല്ല. ഓയ് ഓയ് എന്റെ കഥക്കകത്ത് മീൻകാരനുണ്ടോ? എന്ത് കിളിയാണത്? അന്ന് ഒന്നുകൂടെ പറ, കിളിയുടെ കാര്യം പറ. എവിടെ നിന്നോ ഒരു കിളിയുടെ ഒച്ച. അയ്യോ, വന്ന കിളിയോടെ പറന്നുപോയി. വന്നിരുന്ന കിളിയെ കൂടെ പറത്തി കളഞ്ഞു. ഞാൻ ഇനി പതുക്കെ അടിക്കാം. ഒരു കഥാപ്രസംഗം കൊണ്ട് കളയുന്ന കണ്ടോ? എന്തോ ചെയ്താലും കിട്ടും. സഹിക്കത്തില്ല. അടുത്തത് ആണ് അങ്ങകലെ. പറഞ്ഞോട്ടെ. മലമേലെ എന്താ എന്റെ സംഗീതം ഇന്നിവിടെ താഴ്വരയിൽ ഏകാന്ത സംഗീതം. ചലനം 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 സ്വാമിയോ. അയ്യോ, എന്റെ കഥാപ്രസംഗം ഭക്തിഗാന സുതയാക്കുന്നേ. എന്താ പ്രശ്നം? എടാ ഇത് ഭക്തിഗാന സുതയാണോ? എന്റെ കഥാപ്രസംഗമല്ലയോ? ഞാൻ അങ്ങനെ എന്തിനാ നിർത്തിയേ? അത് പറഞ്ഞു തുടങ്ങണ്ടേ? അതിന് മുമ്പൊക്കെ ശ്രദ്ധിക്കേ. അങ്ങകലെ അതാ ഒരു ആഫ്രിക്കൻ നദി ഒഴുകുന്നു. അതിൽ നിറയെ ആഫ്രിക്കൻ പായൽ, ആഫ്രിക്കൻ ഒച്ച്, ആഫ്രിക്കൻ മുഷിയെ പിടിക്കാൻ വാശിയോട് വല വീശുന്ന ഒരാൾ. അതാരാണെന്ന് അറിയണ്ടേ? അറിയണ്ടേ? ആശാൻ മാത്രം അറിഞ്ഞാൽ മതി. നിന്റെ ഈ കൈ ഉണ്ടല്ലോ, നീ 24 മണിക്കൂർ ഇങ്ങനെ നിൽക്കാതെ നീ ഇങ്ങനെ ഇതൊന്ന് അടിയൊന്ന്. എന്നാ ഇത് ആർക്കേലും ഓർമ്മ കൊടുക്ക. മനോജ്, ചിലപ്പോ ഞാൻ ഒരെണ്ണം മറിച്ച് വെക്കും. അന്നാ അടിക്കണം. വിനോദാശ അറിഞ്ഞ കുഴപ്പമാ. എവിടെ വരെയായി? മുഷിയെ പിടിക്കാൻ വാശിയോട് വല വീശുന്ന ഒരാൾ. അതാണ് നമ്മുടെ കഥയുടെ നായകൻ, ആഫ്രിക്കൻ ശശി. എന്റെ പൊന്നു പ്രശാന്ത, നീ അവിടെ എന്തെങ്കിലും ഒന്ന് വായിച്ചു വിടാ. ഇനി പാടിക്കണ്ട പോ. നീ ഇനി അടിച്ചാ നിന്നെ ഞാൻ അടിക്കും. ഞാൻ ഓടിച്ചു വിട്ടോളാം. ശശി പിടിച്ച മുഷിയെ വാങ്ങാൻ ഓടി വരുന്നത് ആരാണെന്ന് അറിയട്ടെ? പിന്നെ ഞങ്ങൾ രണ്ടും അറിയണ്ടേ? അതാണ് നമ്മുടെ കഥാനായിക ആഫ്രിക്കൻ ശാന്ത. അവിടെ എടാ ശാന്ത വന്നേ, അന്നറിയാലും ഒരു 4 അടി അടി. ശാന്തയ്ക്ക് 4 അടിയോ? ശാന്തക്ക് 4 അടി നീളം എന്നല്ല പറഞ്ഞേ. ശാന്ത ഒരു പെങ്കൊച്ചോടി വരുമ്പോ അവിടെങ്കിലും ഒന്ന് നീ റെഡിയാക്കി കൊടു. ഒന്നുകൂടെ പറ. അതാണ് നമ്മുടെ കഥയുടെ നായിക ആഫ്രിക്കൻ ശാന്ത. ശാന്തയെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ പറയാതിരിക്കും നല്ലത്. ഇല്ലാതെ അവിടെ ഇരുന്നോണം. പൈസ തരാനുള്ള പൈസ കൂടെ ഞാൻ പിടിച്ചു നോക്കും. വേണ്ട വേണ്ട. ശാന്തയെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ വർണ്ണ മനോഹരമേനിയാകെ ചെമ്പട്ടണിഞ്ഞു ഞൂറിഞ്ഞു ചേല പൊൻപട്ടുമാറിലെ ചാരുതയോ നിത്യവസന്തത്തിൽ ലാവണി. പക്ഷേ എനിക്കിതേ അത് കേട്ടിട്ട് അങ്ങ് ചൊറിഞ്ഞു വരുന്നു. ഒരു കാര്യം ചെയ്യും, ആ 2 ലൈൻ പാടിക്കും, ഞാൻ വായിക്കാം. അവിടെ പോ. മറ്റേ പറഞ്ഞ കട്ട പോയി. അതി പിടിക്കാനോ? പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വലിച്ചാ മതി. അവിടെ അവിടെ ഒന്നും വർണ്ണ മനോഹരമേനിയാകെ ചെമ്പട്ടണിഞ്ഞു ഞൂറിഞ്ഞു ചേല പൊൻപട്ടുമാറിലെ ചാരുതയോ നിത്യവസന്തത്തിൽ ലാവണിയോ. ഇങ്ങനെ അടി ഇങ്ങനെ അടി ഇങ്ങനെ അടി അങ്ങനെ അടി അങ്ങനെ അടി. എന്നെ കലിപ്പ് കേട്ടാൽ അങ്ങനെ അടി. ഇത് മതിയെന്ന് എനിക്ക്. ഇതാകുമ്പോ സുഖിച്ച് ഞെക്കാലോ. അത് വേണ്ട. അതാണ് ശാന്ത. അതിന്റെ ബാക്കി തൊട്ട് പഠിക്കേ. ഇനി അവളുടെ മുടിയെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ, എന്താ അവളുടെ കാർക്കൂന്തലിനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ ഇതുപോലൊരു 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 മുടിഞ്ഞ മുടി കണ്ടിട്ടില്ല.
ഇതുപോലൊരു മുടിഞ്ഞ മുടി കണ്ടിട്ടില്ല അഴിച്ചിട്ട താഴെ കിടന്നിഴയും ഇതുപോലൊരു മുടിഞ്ഞ മുടി കണ്ടിട്ടില്ല അഴിച്ചിട്ട താഴെ കിടന്നിഴയും ഇതുപോലൊരു ശാന്തേ, ഓ, ശാന്തേ, ഓ, എത്ര ഇതുപോലൊരുണ്ട്? ഇതുപോലെ ഒന്നേ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മുടിഞ്ഞ അന്നേരം എത്ര എണ്ണം ഉണ്ട്? ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ മുടിയാൻ? വന്ന് നിൽക്കുമല്ലേ? അത് പോട്ടെ, അടുത്ത ഭാഗം തൊട്ട് അങ്ങോട്ട് തുടങ്ങാം. അടുത്ത ഭാഗം പറ. ഒരു പണിക്കും പോകാതെ ആ. മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ശശിയുടെ മാമൻ ഒരു കൃഷിക്കാരനായിരുന്നു. കൃഷിക്കാരനാ? ഓഹോ ഹോ. മുണ്ടും മുറുക്കി ഉടുത്ത് ആ. അതിരാവിലെ പണിയായുധമായി കണ്ടത്തിലേക്ക് ഇറങ്ങുന്ന ശശിയുടെ മാമൻ ഇപ്പോൾ ആരായി? ശശിയായി, വയസ്സനായി. വയസ്സനായി. ആ, അതെ, ശശിയായെന്ന്. വയസ്സനായി. തലയ്ക്കു വേദന, കാലിൽ നീര്, ദാഹജലം തരുമോ? ദാഹജലം തരുമോ? അനവധി ദിവസങ്ങൾ കഴിഞ്ഞുപോയി. എന്ന് പറഞ്ഞു അതെയണ്ണ. അനവധി ദിവസങ്ങൾ കഴിഞ്ഞുപോയി. പോട്ടെ. ശാന്തിയുടെയും ശശിയുടെയും പ്രണയം വളർന്നു പന്തലിച്ച് അങ്ങ് പോയി. പന്ത് കളിച്ചതാരാ? നിന്റെ ഉപ്പാപ്പൻ. ഉപ്പാപ്പൻ പറഞ്ഞപ്പോ എന്തിനാ അടിച്ചേ? നിന്റെ ഉപ്പാപ്പ അതാ പറഞ്ഞേ, അവൻ അസ്ഥാനത്ത് കയറ്റിയായി തബല വായിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ പോയി വായി. ഒരു ദിവസം പതിവ് പോലെ ആ. അതിരാവിലെ തന്നെ നേരം വെളുത്തു. ആ, ആ. ശാന്ത മുറ്റത്തിറങ്ങി ആ. ഭൂമിദേവിയെ തൊട്ടുതൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞ? അത് ഞാൻ പറഞ്ഞോളാം. MDMA കാർട്ടൂണേ, MDMA. എന്റെ അമ്മയെ കാത്തോണേ. അത് പറ. ഞാൻ രാവിലെ വന്നു കയറിയുള്ള കേസൊക്കെ പിടിച്ചു നോക്കാനൊക്കെ. ഞാനും പേടിച്ചില്ലയോ? ഈ ആഫ്രിക്കൻ ശാന്ത ഇത്രയും വളർത്തിയത് അവളുടെ ആഫ്രിക്കൻ അപ്പച്ചിയാണ്. ആഫ്രിക്കൻ ഒച്ചന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും ആഫ്രിക്കൻ അപ്പച്ചി? അപ്പച്ചി ഉണ്ടോ? ഞാൻ നിനക്ക് അപ്പച്ചിയുണ്ടോ? എനിക്ക് അപ്പച്ചി ഉണ്ട്. ആ, എവിടെ അപ്പച്ചിയുടെ വീട്? കൊല്ലത്താ. നീ അപ്പച്ചി എങ്ങനെ വിളിക്കുന്നത്? കൊല്ലത്ത് അപ്പച്ചിന്ന്. അപ്പൻ ആഫ്രിക്കയിലുള്ള അപ്പച്ചെ ഞാൻ ആഫ്രിക്കൻ അപ്പച്ചെന്ന് വിളിച്ച നിനക്കെന്തോ എത്ര കുത്തനെ? അതിനായോ? അപ്പച്ചിയുടെ ഒരു വലയത്തിലായിരുന്നു അവൾ. അതുകൊണ്ട് കഥാനായകനെ ശരിക്കും അവളെ ഒന്ന് നോക്കുവാനോ ഒന്ന് സംസാരിക്കുവാനോ പോലും പറ്റത്തില്ല. അതിനാൽ ശശി അടുത്തോട്ട് വരുമ്പോൾ അവൾ പറയും, അന്നാം പാച്ചിയെ അപ്പച്ചി ദോ ദോ ദോ, അപ്പച്ചിയെ അപ്പച്ചി ദേ ദേ ദേ, അപ്പച്ചിയെ അപ്പച്ചി പോ, അപ്പച്ചിയെ. ഞാൻ പറയുമ്പോൾ അപ്പച്ചി അതാരുടെ അപ്പച്ചി അവിടെ ഇരിക്കുന്നത്? വേറെ അപ്പച്ചി. ഓഡിയൻസിന്റെ അകത്ത് പല അപ്പച്ചികളും വന്നിരിക്കും. നമുക്ക് ഈ കഥയ്ക്കകത്തെ അപ്പച്ചി മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ കേട്ടോ, പറഞ്ഞേ കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് ദേഷ്യപ്പെട്ട് വല്ലാത്തൊരു നോട്ടത്തോടെ ശശിയുടെ അമ്മാവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ശരി, എന്താ പറയുന്നു? മാമന്റെ പന്ന നോട്ടം കണ്ട ശശി ശാന്തയോട് ഇങ്ങനെ പറഞ്ഞു. ഓ മാമൻ 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 ശാന്തേ മാമൻ, ഓ മാമൻ 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 ശാന്തേ മാമൻ. ഒരു നോട്ടം കണ്ടോ നീ, ഒരു നെൽപ്പു കണ്ടോ നീ, ഇതിനെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പോൾ ശാന്ത ശശിയോടായി പറഞ്ഞു. എന്താ പറഞ്ഞു? മാമനിപ്പം എന്തിനാ കൂടെ നോക്കുന്നേ, കാലക്കേടു ചുറ്റിയോ? മാമനിപ്പം എന്തിനാ കൂടെ നോക്കുന്നേ, കാലക്കേടു ചുറ്റിയോ? പക്ഷേ ഒരു സാധനം അവൻ അടിക്കുന്നേ ഇല്ല. വിനോദനെ വിളി. വിളിക്കല്ല, മാഷിനെ വിളിക്കല്ല, ഞാൻ അടിക്കാം. അന്നാ രണ്ടും കൂടെ അടി. എടാ ശ്രദ്ധിച്ചിരുന്ന അത് വായിക്കേ. അപ്പോൾ അങ്ങ് അകലിൽ നിന്ന് ആരോ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ശാന്തേ നിന്റെ അപ്പച്ചിക്ക് വയ്യ. നിക്ക്. ഒരു തള്ള വയ്യാതെ കിടക്കുമ്പോ കിടന്നിട്ട് തബല അടിക്കുന്നോ? തള്ള വയ്യാതെ കിടക്കുന്ന നീ അറിഞ്ഞോണ്ടാ തബല അടിക്കുന്നത്? എടാ നിനക്ക് ഈ അവസ്ഥ നിന്റെ വീട്ടിൽ വരാതെ വയ്യാതെ കിടക്കുക, നീ തബല അടിക്കുവോ? ഞാൻ അടിക്കത്തില്ല. എന്താ അടിക്കാത്ത? അവിടെ തബല ഇല്ല. അപ്പൊ നീ അടിക്കും. അയ്യോ മതി, നീ പെട്ടി വായിക്കേ. പെട്ടി അവൻ ചത്തോ? എന്തിനാ പെട്ടി വാങ്ങിക്കാൻ? എടാ പെട്ടി വായിക്കാനോ? ആ ശരി, ഞാൻ അതൊന്ന് പിടിക്കുവന്നേ. ആദ്യമല്ലേ ശാന്തയുടെ അപ്പച്ചിക്ക് പനി പിടിച്ച് വിറച്ചു കിടക്കുന്നു. അയ്യോ. അത് കേട്ടതും അപ്പച്ചി അപ്പച്ചി എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഓടി വീട്ടിലേക്ക്. എടാ ഓടുമ്പേലും അടി. അതിനൊന്ന് അടിയടാ, ആ കൊച്ചു ഓട്ടമാടാ വീട്ടിലോട്ട്. മതി, ഓടി വീട്ടിലെത്തി. അവിടെ ചെന്നോ? വീട്ടിലെത്തി പറയണ്ടേ? പിറ്റേ ദിവസം ശാന്തയും ശശിയും കണ്ടുമുട്ടി. ശശി ചോദിച്ചു. എന്താ ചോദിച്ചു? ഇനിയും ഞാനൊരു സത്യം തുറന്നു പറയട്ടെ? പറഞ്ഞോ. പറയൂ ശശി ചേട്ടാ, നമ്മുടെ ബന്ധം വീട്ടിൽ പൊക്കി. നമ്മുടെ ബന്ധം വീട്ടിൽ പൊക്കി. നമ്മുടെ ബന്ധം വീട്ടിൽ പൊക്കി. നമ്മുടെ ബന്ധം വീട്ടിൽ പൊക്കി. ആദ്യം തുടക്കത്തിൽ ഒരു ഭക്തികാല സുധേർ കൊണ്ടെത്തിച്ചു. ഇപ്പൊ ഒരു ധരണയിലാക്കി വെച്ചിരിക്കുക.
അന്നിനെ പിന്നെ അങ്ങനെ പറഞ്ഞത്? അത് ഞാനല്ലേ അതിന്റെ സീൻ പറയുന്നത്. നമ്മുടെ ബന്ധം വീട്ടിൽ പൊക്കി നമുക്കിനി ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. ഇവിടെ വെച്ച് നമുക്ക് പിരിയാം. ഇത് കേട്ടതും അവളുടെ കണ്ണിൽ മാത്രം രാത്രിയായി. ബാക്കിയുള്ളവരെല്ലാം കണ്ണി പകല്. എടാ അവളെ കണ്ണി ഇരുട്ട് കയറി. അവളുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി വെരിക്കോസിന് ആരംഭം വിട്ടു. നട്ടക്കാട്ട് ഉച്ചയ്ക്ക് നക്ഷത്രങ്ങൾ മിന്നുന്നത് പോലെ അവൾക്ക് തോന്നി. അവളുടെ കണ്ണിൽ പൊന്നിച്ച പറഞ്ഞു. സത്യം പറഞ്ഞാൽ തീരാൻ പോവാ. ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാതെ നിൽക്കുന്ന ശശിയുടെ വായിൽ പഴം. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്ക് പെരുക്കാൻ അറിയാമോ? എന്നെ ഒന്ന് തൊട്ട് നോക്ക്, അപ്പൊ ഞാൻ പെരുക്കും. ആ പെരുക്കല്ലടാ, കമലയിൽ നിനക്കൊന്ന് പെരുക്കാൻ അറിയാമോ? അത് പെരുക്കാം. നീ ഞാൻ പെരുക്കിക്കോളാം. ഞാൻ പെരുക്കാം. നീ പെരുക്കണ്ടല്ലോ, ഞാൻ പെരുക്കാൻ പെരുക്കി കാണിക്കാം. ഇനി ഞാൻ ഇത് തരത്തില്ലേ? പിന്നെ നിങ്ങൾ കളിക്കാതെ പോയാ അത് വായിക്കാൻ. ഇതേ പിടി. ഈ വിരല് വിട്, അല്ലെ അതിൽ കയറി പിടിക്കേ. ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നേ, ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നേ, എവിടേലും പോയങ്ങു തൊലഞ്ഞാലല്ല, എവിടേലും പോയങ്ങു തൊലഞ്ഞാലല്ല, ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നേ. സാധനം കേട്ടോ, നിന്റെ ആശാനം വിളിച്ചോണ്ട് നീ ഞായറാഴ്ച എന്റെ വീടിന്റെ രാവിലെ പറയണം. നിന്റെ ചെവിക്കുറ്റിക്ക് 2 എണ്ണം തരാൻ. ഇതും പറഞ്ഞ് അവൾ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ടോടി. ഇതറിഞ്ഞ അപ്പച്ചി കോപം കൊണ്ട് ജ്വലിച്ചു. ജോലിക്ക് വാ അവിടെ. അവൾ അപ്പച്ചി ജ്വലിച്ചോണ്ടിരിക്കുവാ അവിടെ. ജ്വലിച്ചു. വയ്യാതെ കിടന്ന അപ്പച്ചി ചാടി എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു, LSI കാരന് 1000 രൂപ, ലോണുകാരന് 2500. അതെ സാധനം. എടാ ഇത് ഇവള് ഇതിനകത്ത് കൊണ്ട് എഴുതി വെച്ചവിടെ കണക്കെല്ലാം. കഥാപ്രസംഗം നോക്കി കണ്ട് പറ്റെഴുതി. ആശാന്റെ പെണ്ണുമ്പളെ പറ്റെഴുതി വെച്ചേക്കും അതിനകത്ത് കൊണ്ട്. അയൽക്കൂടത്തിന് പൈസ വരട്ടെ. നിങ്ങൾ അങ്ങോട്ട് പോയി വാ, ഞാൻ ബാക്കി കാര്യം വൈകിട്ട് നോക്കിക്കോളാം. കളം വിട്ട് പിടിക്കാതെ. വയ്യാതെ കിടന്ന അപ്പച്ചി ചാടി എഴുന്നേറ്റ് ഉറക്ക വിളിച്ചു പറഞ്ഞു. എന്നോ പറഞ്ഞേ? ചാടി എഴുന്നേറ്റ് ഉറക്ക വിളിച്ചു പറഞ്ഞു, എന്റെ മകളെ ചതിച്ച അവനോട് എനിക്ക് പ്രതികാരം ചെയ്യണം. ഉദിച്ചുയർന്നു മാമലമേലെ അടിയനൊരാശയമെന്നും ഈ മാത്രം. ഉദിച്ചുയർന്നു മാമലമേലെ എന്താ ഞാൻ കാര്യം ചോദിക്കട്ടെ? ശാന്തേ, നീ എന്റെ കൂടെ 7-8 വർഷമായിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന എല്ലാം നിനക്കും കിട്ടുന്നുണ്ട്. അത് ഞാൻ മേടിക്കുന്നുണ്ട്. എന്നോട് വല്ല പകവ നിനക്കുണ്ടോ? പിന്നെ എന്തിനാ ഈ കഥാപ്രസംഗം ഭക്തിഗാനമാക്കിക്കൊണ്ടിരിക്കുന്നത്? ഉദിച്ചുയർന്നു അങ്ങനെ എന്തിനാ വെച്ചത്? അതിന്റെ വാക്ക് ഞാനല്ലയോ പറയുന്നത്. അന്ന് അത് ലെവലിൽ പറ. ഉദിച്ചുയർന്ന സൂര്യനെ നോക്കി അവൾ ഇങ്ങനെ പറഞ്ഞു, എന്തുവാ? എന്തോ മുടിഞ്ഞ ചൂട്. ചൂട് വകവെക്കാതെ ഇരുവരും ശശിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. ശശിയുടെ വീട്ടിലെത്തിയപ്പോൾ പൂരത്തല്ല്. ശശി മാമനെ തല്ലുന്നു, മാമൻ ശശിയെ തല്ലുന്നു, ശശി ശാന്തയെ തല്ലുന്നു, ശാന്ത മാമനെ തല്ലുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തല്ല. ഇണക്കത്തിൽ അപ്പച്ചിക്കും കിട്ടി ഒന്ന്. വയ്യാത്ത കള്ളക്ക് ഇത് എന്തിന്റെ കേടാന്നൊന്ന് പറയാം. എനിക്കറിയത്തില്ല, അത് അവരോട് ചെന്ന് പറയണം. വയ്യാത്ത കളന്നല്ലേ അവര് ഇടയ്ക്ക് കയറിയത്. അതറിയത്തില്ല, അവര് കഷ്ടപ്പെട്ട് വളർത്തുന്നുണ്ടാവും. ഉത്തരവാദിത്വം ഉണ്ട്. നിന്റെയൊക്കെ കൂട്ടല്ല. വയ്യാതെ കിടക്കുന്നില്ല. ഒരു തുള്ളി വിഷം എവിടെ പോയി നിൽക്കി വരാണ്ടാണ്. ഒരു തുള്ളി വിഷം വാങ്ങാൻ പോലും കാശില്ലാതെ ശാന്ത വിഷമിച്ചു. അത് മൈക്രോ ഫിനാൻസ് കൊടുത്താൽ ലോൺ കിട്ടുമല്ലോ പറയാനെങ്കിൽ. എടാ അന്നാലും പ്രശ്നമാ. ഇവന് ഈ വിഷം കഴിച്ച് ചത്തുപോയി ലോൺ ആരടയ്ക്കും? അതാ ഗ്രൂപ്പ് ലോൺ കൊടുക്കുന്നേ. ആ ഗ്രൂപ്പിൽ നിന്ന് മേടിക്കോളും. അവർ ചത്തുപോയി മറ്റുള്ളവർ അടയ്ക്കണം. പിന്നെ അടയ്ക്കണം. അങ്ങനെ ആവശ്യം. ഞാനൊരു കാര്യം പറയട്ടെ. ഈ നായിക പെണ്ണിനെ ഒരു വിധത്തിൽ കൊല്ലാതെ ഞാൻ ഇങ്ങനെ കൊണ്ടുവരുക. ഇതിനെ വിഷം കൊടുത്തു കൊല്ലാൻ നിനക്കൊക്കെ എന്തോ പാവികളാടാ നിങ്ങൾ. അല്ല അങ്ങനെയും കഥ അങ്ങ് തീരുമല്ലോ. എനിക്ക് വരുന്ന പക്ഷം ഇതിന്റെ 2ാം ഭാഗം പിടിക്കണം. അതിനെങ്ങനെയും ഒപ്പിച്ചോണ്ട് വരും. ഉടനെ വിഷം വാങ്ങിക്കാൻ പൈസ കൊടുക്കാം. തീർക്കാൻ നോക്ക്. ശശിയുടെ വീട്ടിൽ നിന്നും തിരിച്ചു നടന്ന ശാന്ത, അപ്പോഴാണ് ശാന്തയുടെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചത്. അവൾ അത് ചെയ്തു. ആഫ്രിക്കയിലെ അഷ്ടമുടിക്കായലിൽ അവൾ എടുത്തു ചാടി. പെണ്ണ് ആറ്റിൽ വീണ് ചാകാൻ തോന്നുമ്പം കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. നീന്താനൊന്നും അറിയത്തില്ല. നീന്താ നിന്നോട് പറഞ്ഞോ? എടാ ഇതിനകത്തൊന്നും അടിക്കണ്ടേ, വെള്ളത്തിലല്ലയോ ചാടിയേ. ഒരു കാര്യം ചെയ്, ഒന്നുകൂടെ കേറാൻ പറ. തള്ളിയിട്. ഒരു വട്ടം കൂടെ, ഒരു പ്രാവശ്യം കൂടെ. പെങ്കൊച്ചിന്റെ ജീവൻ വെച്ചാ നിങ്ങൾ കളിക്കുന്നത്. അതും ഓർത്തോണം മക്കളെ. എടാ വെള്ളത്തിൽ ചാടി പറയുമ്പോ അടിച്ചോണം. ആഫ്രിക്കയിലെ അഷ്ടമുടിക്കായലിൽ എടുത്തു ചാടി.
പോയി. എന്തോ നിങ്ങൾ അടിച്ചില്ല. അയ്യോ ഞാൻ ചെയ്തു നിങ്ങൾ വായിച്ചില്ല അടിച്ചില്ല. ഞാൻ വായിച്ചില്ല ആ കൊച്ചിന്റെ അടുത്ത് ഒന്നുകൂടെ കയറി വരാൻ പറ. ഒറ്റ പ്രാവശ്യം എനിക്ക് ഒരു മഹാപാപമാ ഞാൻ ചെയ്യുന്നത്. എന്തുവാ ഒരു പെൺകൊച്ചിനെ 2 വർഷം ഇപ്പം കായലിൽ ഞാൻ തന്നെ തള്ളിയിട്ടു കേട്ടോ. പിന്നെ നിങ്ങൾ രണ്ടിന്റെയും ആവശ്യപ്രകാരം ഞാൻ തള്ളിയിടാം ആറ്റിൽ 3ാമതൊരു പക്ഷം. പക്ഷേ നിങ്ങൾ രണ്ടും അത് ഏറ്റോണം. എന്തോ സംഭവം പറ. കാരണം വരുന്ന വർഷവും എനിക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് കഥയുണ്ടാക്കി എനിക്ക് അവതരിപ്പിക്കാനുള്ളതാ. അപ്പൊ ചാകാതിരുന്നാ പോരെ. ചാകരുത്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, എടുത്ത് ചാടേണ്ട പിന്നെ ആശാന്റെ കാര്യം നിരക്കി അങ്ങോട്ട് താട്ടൊന്നിട്ടാ മതി. ബാക്കിയാനേ കാരണം ഞങ്ങൾ ഒരുമിച്ചൊന്ന് അടിക്കണമല്ലോ. ആഫ്രിക്കൻ കായലിലേക്ക് എടുത്തു ചാടിയവൾ അല്പസമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഷോക്ക് അടിക്കുന്നു കേട്ടാ. ഓണോ ആ എന്റെയാ അത് തായ്ലൻഡ് ആക്കി വെച്ചാ. താലല്ല വൈപ്പർ ഇട്ടേക്കോ. ഹലോ ആ പറഞ്ഞു ചേട്ടാ. അയ്യോ അതെന്താ പറ്റി? ഇവിടെ ഉള്ളൂ ചേട്ടാ ആഗ്രഹിച്ചിരിക്കുവായിരുന്നല്ലോ. ആ മാറ്റി വെച്ചോ ആശാനെ. പാളി പാളി പാളി. എന്തുവാ അവർക്ക് ഈ പ്രാവശ്യം പരിപാടി ഇല്ല. പരിപാടിയല്ല കഥാപ്രസംഗം കാണുമല്ലോ. ആ അതല്ല പരിപാടി കഥാപ്രസംഗം ഉണ്ട്. പക്ഷെ അവർക്ക് കാതികന്റെ കഥാപ്രസംഗം മതിയെന്ന്. അതെന്താ നമ്മള് കാതികരല്ലേ. ആ നമ്മൾ ഗുഡായി പറഞ്ഞു. അയ്യോ ഇനിയിപ്പോ എന്നാ ചെയ്യും? ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റും? അണ്ണം പറ എന്താ ചെയ്യാൻ പറ്റും? ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ തവണ വെച്ചേ എവിടേലും പോയങ്ങ് തൊലഞ്ഞാലല്ല ഇനി എന്തിനാ ആശാൻ ജീവിക്കുന്നേ, ഇനി എന്തിനാ ആശാൻ ജീവിക്കുന്നേ, എവിടേലും പോയങ്ങ് തൊലഞ്ഞാലല്ല ഇനി എന്തിനാ ആശാൻ ജീവിക്കുന്നേ. ഉഗ്ര സ്കിറ്റായിരുന്നു. ഒരു വലിയ കൈഡി തരട്ടെ തക്രു ചേട്ടാ. ഹരി, രാജേഷ്, സുജിത് ചേട്ടാ ഗംഭീരൻ. നമുക്കറിയാവുന്ന കഴിവും അതിനൊപ്പം തന്നെ നമ്മുടെ സ്കിറ്റും അതെല്ലാം കൂടി ഒന്നിച്ചു വരുമെന്ന് പറയില്ല. ഇതിനകത്ത് നിങ്ങളുടെ ഇൻസ്ട്രുമെൻസുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പാടുന്നവരാണ്. ഇതെല്ലാം കൂടെ ഈ കഥാപ്രസംഗ രൂപേണ നിങ്ങൾക്ക് കൊണ്ടുവന്നപ്പം ആ ഒരു സംഭവം തന്നെ നമുക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആയി. മനസ്സിലായില്ലേ? അത് വളരെ ഗംഭീരമായിട്ട് തന്നെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്തെന്നുള്ളതാണ്. ഇതിനകത്ത് ആർക്കും എനിക്കൊന്നും ഹരിക്കാൻ തോന്നുമല്ലേ ഇതുമായിട്ട് ഇച്ചിരി കൂടെ? ഏതെങ്കിലും കഥാപ്രസംഗത്തിന് വായിച്ചിട്ടുണ്ടോ? പണ്ട് കഥാപ്രസംഗത്തിൽ പെട്ടി വായിക്കാൻ തവല വായിക്കാനൊക്കെ പോയിട്ടുണ്ട്. ആ നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. നിനക്ക് ആ കാതികനോട് ഭയങ്കര വൈരാഗ്യമായിരുന്നു. സുജിത്തെ ഗംഭീരായി. കാരണം നിങ്ങൾ ഒരിടത്തും ശകലം പോലും നിങ്ങൾ താഴേക്ക് പോയില്ല. നല്ല പവറായിട്ട് തന്നെ. കാരണം നമുക്ക് ഒരു സ്റ്റേജ് കിട്ടിയതിൻ്റെ ആ കാതികൻ്റെ ആവേശം അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇതിനിടയിൽ വളരെ സൈലൻസിൽ പലപ്പോഴും ചിരിച്ചു പോയിട്ടുള്ളത് നമ്മുടെ രാജേഷിൻ്റെ നോട്ടമുണ്ട്. ഈ ഇത് വെച്ചിട്ട് ഈ കോസ്റ്റ്യൂം തന്നെ നോക്കിക്കട സോക്സ് ഇങ്ങനെ ഒരാൾ വന്ന് ഇങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങൾ വളരെ രസാവഹമാക്കാവുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബജുകുട്ട ചേട്ടാ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇവിടെ കളിച്ച ഇതിൽ വെച്ചിട്ട് ഏറ്റവും സ്പീഡ് സ്കിറ്റ് ഇതായിരുന്നു അല്ലേ? അതെ. വളരെ ലൈറ്റായിട്ട് പതുക്കെ പതുക്കെയാണ് നിങ്ങൾ തമാശ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതൊരു പൊരിപ്പൻ സ്കിറ്റായിരുന്നു, കിട്ടില്ലായിരുന്നു. കാരണം നമ്മളും അതുപോലെ തന്നെ ജനങ്ങളും ഇത് കാണുന്ന ജനങ്ങളും ഇതാണ് നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ആദ്യം ഈ തബലക്കാരൻ വരാതിരുന്നല്ലോ. എന്താണ് കാരണം എന്ന് വെച്ചപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ പറഞ്ഞ് എക്കോ എടുക്കണമെന്ന് പറഞ്ഞ് അന്നേരത്ത് തൊട്ടുള്ള ചിരി അവസാനം വരെ ഉണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു പാട്ടിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് നിങ്ങളാണ് ചെയ്താക്കണമെന്ന് തോന്നുന്നു. നമ്മളൊക്കെ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുകയും അടിച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്യണത്. അതാണ് പഞ്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് നിങ്ങളുടെ പഞ്ച് കഥാപ്രസംഗത്തിന് ആവശ്യമായിട്ടൊരു പാട്ടി കൊണ്ടു നിർത്തിയപ്പോൾ അതിൻ്റെ എൻഡ് കറക്റ്റായിരുന്നു. എന്തായാലും ആദ്യം തുടങ്ങി അവസാനം വരെ നല്ല ചിരിക്കാണ്ടായിരുന്നു. ഇവരൊക്കെ നിലം തൊട്ടിട്ടില്ല, അടിപൊളിയായിട്ട് ചിരിക്കായിരുന്നു. ഇത് നമ്മുടെ നാട്ടുകാരോടാണല്ലേ? ഹരിയുടെ നാട്ടുകാരാണ്. ഈ കൂട്ടത്തില് നമ്മുടെ എന്റെ പെങ്ങന്മാരും ചേട്ടന്റെ ചേച്ചി ഉണ്ടല്ലേ? നമ്മുടെ മനോജ് പെങ്ങളുണ്ട്. നമസ്കാരം. മനോജിന്റെ ജീവ എന്റെ പെങ്ങന്മാരും ചേച്ചിമാരും നമസ്കാരം. എല്ലാവർക്കും ഒക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഉഷാർ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതെ. എന്തായാലും 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. ഇതാണ് നമുക്ക് വേണ്ടത് നിങ്ങളിൽ നിന്നും. ഇത് കൊടുക്കുവാനായിട്ട് ഇനി എല്ലാ പ്രാവശ്യവും ശ്രമിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. സൂപ്പറായിരുന്നു കേട്ടോ. താങ്ക് യു. എനിക്ക് രാജേഷിനെയാണ് ഇന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കാര്യം ഒരു ദിവസം കൊണ്ട് രാവിലെ പഠിക്കാൻ വന്നു, അടുത്തതുടനെ അടുത്ത ട്രൂപ്പിൽ പോയി വായിക്കുക എന്നുള്ളതാണ്. അതേപോലെ ഇതും അടിക്കണമെന്നൊരു സംശയം ചോദിക്കുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത് പെട്ടി വായിച്ച് വെച്ചിട്ട് ഇനി ഇത് ഞാൻ തരും. ഇതാ സുഖം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ഓരോരോ കൗണ്ടറുകളും നോട്ടബിൾ ആയിട്ടുള്ള കൗണ്ടറുകളായിരുന്നു കേട്ടോ. ഗംഭീര സാധനമായിരുന്നു.
ഇങ്ങനെ തന്നെ വേണം നമുക്കിനി മുമ്പോട്ട് പോകാൻ. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അല്ലാണ്ട് കഷ്ടപ്പെട്ടതാണ്. അപ്പൊ നിറഞ്ഞ് മാർക്ക് കൊടുക്കണം. ആരാണ് ആദ്യത്തെ? ഞാൻ ഇവിടെ കൊടുക്കാം. ചേട്ടാ കൊടുക്ക്. ഞാനൊരു 26,000 രൂപ കൊടുക്കും. 26,000 രൂപ. അടുത്ത നസീർക്ക. ഞാൻ 25,000 രൂപ കൊടുക്കും. അപ്പം ടോട്ടൽ 51,000 രൂപ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ മാക്സിമം എല്ലാം കൂടെ കുലുക്കിയിട്ട് മാക്സിമം വരുന്ന രീതിയിൽ അങ്ങോട്ട് വാ. ടോട്ടൽ എമൗണ്ട് പത്തനംതിട്ടയുടെ തിരിച്ചു വരവ് ഗോൾഡൻ പഞ്ച്. അടിപൊളി. ഇങ്ങനെ കെട്ടിപ്പിടിച്ച സന്തോഷം പ്രകടിപ്പിച്ചിട്ട് കുറച്ചായി അല്ലേ? കുറച്ചായി. പറ സന്തോഷം പറ. ഹരി മനസ്സ് തുറന്ന് പറയണം. ഈ സ്കിറ്റിന് ഞങ്ങൾ നല്ലപോലെ സമയമെടുത്തു. ഇതിന് മുമ്പുള്ള തൊട്ടിങ്ങി പറഞ്ഞു വാ. അതിന് മുമ്പുള്ളതിനൊന്നും നമുക്ക് സ്കിറ്റ് നല്ലപോലെ ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. ഇത് നമുക്കൊരു 3-4-5 ദിവസത്തോളം കിട്ടി. മെനക്കെട്ട് നമുക്ക് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലം കിട്ടി. അതിൽ ഞങ്ങൾ സന്തോഷമാരാണ്, നമ്മുടെ ഓഡിയൻസും അതേപോലെ. അതുപോലെ ഞാൻ ഗ്രൂമേഴ്സിനോട് ഒരുപാട് നന്ദി പറയാം. ഗ്രൂമേഴ്സ് എന്താണെന്ന് വെച്ചാൽ കണ്ടന്റ് കിട്ടാനൊക്കെ ആദ്യം ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. പിന്നെ ഇതുപോലൊരു സബ്ജക്റ്റ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും 2 ദിവസം കണ്ടന്റ് ഇല്ലാതെ ഞങ്ങൾ വളരെ വിഷമിച്ചായിരുന്നു. അങ്ങനെ ചിന്തിച്ചിങ്ങനെ രാജേഷിനോട് ഒരു അഭിപ്രായം പറഞ്ഞു ഇത് കൊള്ളാം, സൂപ്പറാന്ന് പറഞ്ഞു. അത് പിടിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇത് പിടിച്ചത്. അടിപൊളി. രാജേഷ് ബ്രോ സന്തോഷം. രണ്ടുപേരും പറഞ്ഞു, നമ്മൾ പറയാനുള്ള രണ്ടുപേരും പറഞ്ഞില്ല. ഒരുപാട് സന്തോഷം. എന്തായാലും ഉഷാറായിരുന്നു. ഇതേപോലെ ഉഷാറായിട്ട് പോട്ടെ. ഇനി ഒരുപാട് നല്ല നല്ല സ്കിറ്റുകളുമായിട്ട് വാ. അപ്പം അടിപൊളി. ഓക്കെ, താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം, അടുത്ത സ്കിറ്റ് റെഡി. ശ്രീജു ഉണ്ട്, സൈചേട്ടനുണ്ട്, കൂടെ ദീപു ചേട്ടനുണ്ട്. ആ കല്യാണ വീട്ടിൽ അടി ഉണ്ടാക്കിയിട്ട് വന്ന പയ്യനെ ആ ബെഡിലോട്ടൊന്ന് കിടത്തണേ. അഡ്മിറ്റ് ആണേ. എനിക്കല്ലേ അടിയുണ്ടത്? എനിക്കല്ലേ അടിയുണ്ടത്? പരിക്ക് മൊത്തം എനിക്കല്ലേ? മാറിപ്പോയി. ഡോക്ടർ റോയ് കൗണ്ടർ 10, ഡോക്ടർ സാം കൗണ്ടർ 5, ഡോക്ടർ രഘു കൗണ്ടർ 16. കേട്ടാ, ഇവിടെയുള്ള ഡോക്ടർമാരെല്ലാം 10ഉം 15ഉം കൗണ്ടർ അടിച്ചു തുടങ്ങി. നമ്മളിനി ഒന്നേന്ന് അടിച്ച് കയറ്റണം. കേടാ. അയ്യോ കേട്ടാടാ, എനിക്കല്ലേടാ അടി കിട്ടിയത്? നീ കിടന്ന് വിളിക്കണേ എന്തിന്? നിനക്ക് വയ്യാത്തല്ലടാ, ഒന്ന് ഡബ് ചെയ്തതാ. ഈ ഡബിങ് ആർട്ടിസ്റ്റിനെ ഞാൻ അവിടെ അടി കൊണ്ട സമയത്ത് എനിക്ക് ഡൂപ്പിടാൻ കണ്ടില്ലല്ലേ? പിന്നെ നിനക്ക് ഡൂപ്പിട്ടിരുന്നെങ്കിൽ ഞാനും കൂടി തൊട്ടപ്പുറത്തെ കട്ടിൽ വന്ന് കിടക്കേണ്ടി വന്നേ. ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഒരാൾ സഹായത്തിനെങ്കിലും ഉണ്ട്. എന്നാലും എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കണം. എടാ, എന്താണ് സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എനിക്ക് അറിഞ്ഞൂടാ. നിനക്കറിഞ്ഞൂടി? കല്യാണ ചെറുക്കനെ വിളിയെന്ന് പറഞ്ഞ് കാല് കഴുകി കതിർ മണ്ഡപത്തിലോട്ട് കയറ്റി അടിയും തുടങ്ങി. മനസ്സിലായില്ല. ഫസ്റ്റ് ഹാരത്തിനടിച്ച് വലിയ വേദന എടുത്തില്ല. രണ്ടാമതൊരു വിളക്കിനടിച്ചതാണ് താണ്ട ഇത്. ഇതോ? പിന്നെ മൂന്നാമത് ചെത്തി വെച്ചിരുന്ന കരിക്കിന് നെഞ്ചത്തൊരു അടി. മലന്ന് കിടന്ന സമയത്ത് പെണ്ണിന്റെ ആങ്ങളെ വന്നിട്ട് ഒരു ബൊക്കെ എടുത്ത് വെച്ചിട്ട് പോയി. പിന്നെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണണം ഞാൻ ആശുപത്രി. ഇത് ആരാണ് ഇതൊക്കെ സംഭവം? എന്റെ അളിയനാ. എന്റെ അളിയ ഒറ്റ ഒരുത്തം കാരണമാണ് ഈ പ്രശ്നം അത്രയും ഉണ്ടായത്. അവനെങ്ങാനും ഈ ആശുപത്രിയിലോട്ട് വന്നാ ഈ ആശുപത്രിയിട്ട് ഞാൻ അവനെ കത്തിക്കും. പതുക്കെ പറടാ, ബാക്കി ഇരിക്കുന്ന പല്ലും കൂടി ഇപ്പൊ തൊഴി. അതെ, ഇപ്പൊ വന്ന പേഷ്യന്റിന് ബട്ടക്സിൽ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ബട്ടക്സ് ഇഞ്ചക്ഷൻ വേണ്ട. ബട്ടക്സ് ഇഞ്ചക്ഷൻ എടുക്കണ്ട. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയുള്ള നീയാടാ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്. പേടിയൊന്നും ഉണ്ടായിട്ടില്ല. പാചകക്കാരൻ ചട്ടോത്തിനാ പൊള്ളിച്ച് വെച്ചേക്കുന്നത്. ഇനി അവിടെ എന്തിനായിട്ട് കുത്തുന്നത്? കയ്യിലെങ്ങാനും എടുക്കാൻ പറ അവരോട്. അവർക്കറിയത്തില്ലല്ലോ. നമുക്ക് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് എന്താന്ന് വെച്ചാൽ ചെയ്യാൻ. നീ സമാധാനപ്പെട്. ഒന്ന് അടങ്ങ് കേട്ടോ. അടങ്ങിക്കട, കിടന്ന് കരയാതെ. ഒരു സമാധാനത്തിന് ശലം കഞ്ഞുകൂടി കൊണ്ടാ. കുഴപ്പമില്ല. പിന്നെ ദേഷ്യം പെടൂലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ എന്തിനു ദേഷ്യപ്പെടുന്ന ഈ ആശുപത്രി കിടന്ന് ഇത്രയൊക്കെ ആയിട്ട്? പറയട്ടാ, നിന്റെ അളിയൻ വരുന്നുണ്ട്. അവനെങ്ങാനും ഇവിടെ കയറ്റി കഴിഞ്ഞാ ഞാൻ ഈ ആശുപത്രി കത്തിക്കും. എനിക്ക് എന്റെ സ്വഭാവം മാറി നിൽക്കാണ്. അവനെങ്ങനെ പറഞ്ഞു വിട്. എല്ലാം ഞാൻ തന്നെ സഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ നിന്റെ കാര്യം എനിക്കറിയാം. നിന്റെ കാര്യം എന്ന് പറയുന്നത് എന്റെ കാര്യം പോലെയാണ്. നിന്റെ അളിയനെ ഞാൻ കൂടെ കയറ്റുമോ? അങ്ങനെ അതോ ഉണ്ടാക്കി തന്നെ. എടാ നിന്റെ പ്രശ്നം എന്താണ്? എന്റെ പ്രശ്നം എടാ. ആ പ്രശ്നം ഉണ്ടാക്കിയാണ് എന്റെ കണ്ണിൽ കിട്ടിയ. അറിയാലോ എന്റെ അവസ്ഥ. ഉമ്മയുടെ എനിക്ക് തോന്നിയത് വന്നില്ല കേട്ടാ. അല്ലെങ്കിൽ തന്നെ അവ ഇവിടെയൊക്കെ വരൂ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവന്റെ കാലെ പിടിച്ചിട്ട് ഞാൻ ഇരിക്കാൻ പറയും. എപ്പോ വന്നേ ഉള്ളൂ തന്നെ. നിങ്ങളിപ്പോ പറഞ്ഞുള്ളൂ. എന്റെ പനി മാറിയില്ലടേ. എന്റെ പനി ഭയങ്കര പനിയാണ്. സാധനം ഇരിക്കണം, എടുത്ത് മാറ്റത്. അയ്യോ, അത് പനി നോക്കണ സാധനമല്ല. കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ടേ
കടിച്ച് പിടിച്ച് വെച്ചോണ്ടിരിക്കുകയാണ്. പറഞ്ഞോട് എന്താ കാര്യം ഇവിടെ? അളിയൻ കിടക്കില്ലേ അപ്പൊ അളിയൻ നൈസ് ഒന്ന് കാണാന്ന് പറഞ്ഞു വന്നു. എടാ നാണം ഉണ്ടാ എനക്ക്? എടാ അവന്റെ കല്യാണം മുടക്കി അവൻ അടിയും മാറ്റി കൊടുത്ത അവൻ ആശുപത്രി കിടക്കുമ്പോൾ ഇവിടെ കയറി വരാൻ നാണം ഉണ്ടാ എനക്ക്? എടാ ഞാൻ എന്ത് ചെയ്യുന്നതാണ് നീ പറയണത്? നീ അല്ലടാ കല്യാണം മുടക്കിയത്. എടാ ഞാനല്ല ചെയ്തത്, പിന്നാര്? മമ്മൂട്ടിയാണ് ചെയ്തത്. മെഗാസ്റ്റാർ മമ്മൂട്ടിയോ? ഓ എന്റെ പൊന്നു ദൈവമേ, ഇതേപോലെ നട്ടാക്കിൾക്കാത്ത നുണ പറയണ ഒരുത്തനെ ഞാൻ ജീവിതത്തിൽ കാണും. കാണ്ട ഇത് നീ കാണും, ഇത് കാണും. എടാ ഇത് ബസൂക്കെ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് മമ്മൂട്ടി കാലിൽ ഇങ്ങനെ കാലുമേ കാലിൽ വെച്ചിരുന്നിട്ട് മറ്റേ കട്ടൻ ചായ കാലിൽ വെച്ചിട്ട് അതല്ലേ? ആ, അത് തന്നെ. ഇത് വൈറലല്ലേ? ഓ ആ, ഇതാണ് ഞാൻ സംഭവിച്ചത്. ഇവൻ കാണിച്ച ഏറ്റവും വലിയ തെറ്റെന്തെന്നറിയാമോ? ഒന്നാം തീയതി കല്യാണം കൊണ്ട് വെച്ചു ഇതാണ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഒന്നാം തീയതി എന്താ ആരും കല്യാണം വെക്കൂലേ? എടാ ഒന്നാം തീയതി എങ്ങനെ സാധനം എടുക്കും? കുപ്പി എങ്ങനെ എടുക്കും? മദ്യോ? ഓ ഇവന്റെ പെണ്ണിന്റെ വീട്ടുകാരൊന്ന് എന്റെ അടുത്ത് ചോദിച്ചു, അളിയാ ഒന്നാം തീയതി അല്ലേ എന്തെങ്കിലും ഒരു സാധനം സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു മിലിറ്ററിക്കാരൻ എന്റെ പരിചയത്തിലുണ്ട്. ഏത് ഞാൻ പറഞ്ഞു ഞാൻ പോയി സാധനം എടുത്തു, നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ നൈസിന് കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് നേരെ വന്ന് കല്യാണ പന്തലിന്റെ അവിടെ വന്നിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ മറ്റേ മമ്മൂക്കര ഫോട്ടോ ഇരിക്കണല്ലോ. അപ്പൊ ഞാൻ ക്യാമറമാനെ വിളിച്ചു, അഞ്ഞു വാടാ ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കാലിങ്ങനെ കയറ്റി വെച്ചിട്ട് ഈ കുപ്പി ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ ഇറ അനിയാന്ന് പറഞ്ഞു. പറഞ്ഞതോ മറ്റേ പയ്യന്മാര് പറഞ്ഞു അണ്ണ സാധനം ഒഴിക്കാൻ പറഞ്ഞു. എന്നാ ഒഴിയിടാന്ന് പറഞ്ഞു. ഈ സാധനം തറ ഇവിടെ പൂട്ടിയല്ല സത്യമായിട്ട് അളിയ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആടിയും മോശമല്ലേടാ ഇങ്ങനെയൊക്കെ? എടാ കല്യാണ വീട്ടിൽ കിടന്ന് മദ്യത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അടിയിൽ കൂടുന്ന മോശമല്ലേടാ? എടാ പപ്പടത്തിന് വേണ്ടി കിടന്ന് അടി കൂടുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പം ഈ മദ്യത്തിന് വേണ്ടി അടി കൂടുന്നത് നല്ല കാര്യമല്ലേടെ? നല്ല കാര്യം. ഇവിടെ കുടുംബത്തിൽ ആളുണ്ടെന്ന് അറിയട്ടാ. ഇവിടെ ഇവൻ എന്തോന്നടാ ഈ പറയണത്? നിനക്കൊരു കാര്യം അറിയാവോ? എടാ ഇവൻ ഇവിടെ ഒരു ഇഞ്ചക്ഷന് വേണ്ടിട്ട് 1000 രൂപയാണ് ചെലവാക്കുന്നത്. നീ എന്തിനാടാ അതിനൊക്കെ വിഷമിക്കണത്? ഇവനെ കമത്തി കിടത്തിലെ ചന്തിയിൽ ഒരു നുള്ളു കൊടുത്താൽ മതി. അപ്പോഴേ ഇഞ്ചക്ഷൻ ചെയ്ത ഫീൽ കിട്ടും. പിന്നെ ഞാൻ നിന്ന ഒരു പ്രശ്നമല്ല, നീ നിന്നാ മതി. നീ ചുമ്മാ ആവശ്യമില്ലാതെ കൊട്ടേഷൻ പറഞ്ഞ അവന് നിന്നെ കണ്ണുകറിയെ കണ്ടത്തില്ല. നീ പോ എന്റെ സ്വഭാവം മാറുമ്പോ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ. നീ പോ. എന്റെ അളിയന്റെ കാര്യത്തിന് ഞാൻ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ. അതൊക്കെ പണ്ട് അടിച്ചാൽ കിടത്തികളെ കേട്ടാ. പിന്നെ എന്റെ കുടുംബത്തിൽ പിന്നെ എടാ അയ്യോ ഇടി ഇടിച്ചോണ്ടല്ലോ നീ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ല ഹോട്ടലിൽ കയറി നീ ഉണ്ടിട്ടില്ല കേട്ടാ. ഞാൻ ചെന്ന് ഈ ഇതിന്റെ ബില്ലൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. നല്ല ഹോട്ടലിൽ നീ കയറി നീ ഉണ്ടിട്ടില്ല കേട്ടാ. നീ കുറെ തന്നെ ആക്കിയില്ലേ നീ ഇവിടെ ഇട്ട് എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. ഞാൻ നീ സൂക്ഷിക്കണം, ഞാൻ കുറച്ചു നേരം ഇവിടെ കാണൂല. നീ നല്ല ഹോട്ടലിൽ കയറി നീ ഉണ്ടിട്ടില്ല. നീ ഏതാടാ ഹോട്ടല്? അങ്ങോട്ട് പോകുമ്പോ അവിടെ സൂപ്പർ ഹോട്ടൽ, ആ ഹോട്ടലിന് അടിപൊളി ഊണാണ്. ഊണ് മേടിച്ചിട്ടോ എന്റെ അളിയനുണ്ട് കുറ നല്ല കൂടാ. നിന്റെ കാര്യം ഇനി വന്ന് നോക്കും. ഇവിടെ നിർത്തിട്ട് പോയി ശരിയാവൂല. എടാ CT സ്കാനിനെ പിടിച്ച് കിടത്തിയപ്പം വണ്ടർലയിലെ റൈഡെന്ന് പറഞ്ഞ് കവന്ന് കയറി പോയവനാണ് ഇവനാണ് എന്റെ കാര്യം നോക്കാൻ പോകുന്നത്. അപ്പൊ ഒരു കാര്യം രണ്ടുപേരും സെയിം പിച്ചാ, നല്ല കുടുംബക്കാർ. അളിയന്മാരായിക്കോട്ടെ. ഞാൻ ബില്ല് വാങ്ങിച്ചോളാം. പെട്ടെന്ന് പറഞ്ഞേ അല്ലേ വാർഡിൽ കിടക്കണം എന്നെ പിടിച്ച് മോർച്ചറി കയറ്റും. അത് തന്നെ നടക്കും. പറയണ കേക്കാണെങ്കിൽ പുഞ്ചിരിക്കണം ലഡ്ഡു ആയാലും എനിക്ക് കേക്കണ്ട പോടാ. നെറ്റി മുഖമൊക്കെ വയ്യെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ പറയാൻ അവനെ കൊണ്ട് കളഞ്ഞ അളിയാടാ. അളിയ പെണങ്ങല്ലേ അളിയ കളയളിയ. എന്റെ അളിയൻ നീ എന്തിനാ അളിയ? നീ ഉയരിടക്കണ പിടിക്കില്ലേ? ഞാൻ നിസ്സാര നിനക്ക് ഈ കല്യാണം ഉറപ്പിച്ചിടം തൊട്ട് നിനക്ക് ഇഷ്ടമല്ലാതെ വന്നൊക്കെയാണ്. കല്യാണം ഉറപ്പിച്ചിടം തൊട്ട് മണ്ഡപത്തിൽ നീ നാസർക്കാരുടെ അടുത്ത് എന്താണ് കാണിച്ചത്? നാസറോ പാവപ്പെട്ട ഒരുത്തിനടുത്ത് ഒരു നേരത്തെ വെള്ളം കൊടുത്താണ് അളിയാ ഞാൻ ചെയ്തത്. നീ എങ്ങനെയാണ് വെള്ളം കൊടുത്തത്? എടാ പാവപ്പെട്ട മാത്രം ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കണം, ബാക്കിയുള്ളവരൊക്കെ വെള്ളം കുടിച്ച്. ഞാൻ പാവം ഒരു മനുഷ്യല്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണ ഊത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്ത്. അത് ഞാൻ ചെയ്ത തെറ്റാണ്. എന്ത് സൗണ്ട് ആയിരുന്നു? എനിക്ക് വയ്യ. എന്റെ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അളിയാ. ഞാൻ ഒരു കാര്യം പറയാം, അച്ഛനും അമ്മയും സേഫാണ്. സേഫാണ്? എവിടെ എന്തോ അവരെ ഞാൻ മറ്റേ നമ്മളത് കല്യാണ പന്തലില്ലായിരുന്നു അതിനകത്തിട്ട് പൂട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ തുറന്ന് അവർ തുറന്ന് രക്ഷപ്പെട്ട് പോയാൽ അവർക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ അവർ കിട്ടും. എനിക്ക് അതുകൊണ്ട് പറ്റണൊക്കെ ഞാൻ ചെയ്തിറങ്ങി പോയി. എന്റെ കൂട്ടുകാരൻ നീ ജീവനോടുണ്ടല്ലേ? ഉണ്ടല്ലേ? ഇവൻ പോയില്ലടേ? ഇല്ല. നിന്റെ ബില്ലെല്ലാം ഓക്കെ ആക്കി 47,000 രൂപ. 47,000 രൂപ? ഈ 2 മുറിവിന് 47,000 രൂപ? നിനക്ക് മാത്രമല്ല, പിന്നെ എന്റെ ബന്ധുക്കളെല്ലാരും കൂടി അപ്പുറത്തെ വാർഡിലൊക്കെ കിടക്കാൻ അടിയുണ്ട്. അവർക്ക് എല്ലാവർക്കും കൂടെ 47,000 രൂപ. ഈ 47,000 രൂപ എല്ലാവർക്കും കൂടെ ഞാൻ അടയ്ക്കണം. ഒന്നാമത് കടവും കടത്തുമേ കടമായിട്ടാണ് കല്യാണം ഞാൻ നടത്തുന്നത്. എന്റെ കല്യാണത്തിന് വന്നതിന്റെ പേരിലാണ് ഈ അടി കിട്ടിയെന്നാണ് അവരെല്ലാരും കൂടെ പറയുന്നത്. എന്നും പറഞ്ഞ 47,000 രൂപ ഞാൻ എവിടെ നിർത്തി അടയ്ക്കുമെന്ന് പറ. ഈ പറഞ്ഞാൽ ഞാൻ കൊടുക്കണം. ഇവനല്ലേ പ്രശ്നം? വിഷയം ഉണ്ടാക്കല്ലേ. ധൈര്യമായിട്ട് നിൽക്കുന്നു. ഞാൻ ഇവിടെ നിൽക്കല്ലേ. എത്ര രൂപടാ? എത്ര രൂപയായി? 47,000 പറ്റുമ്പോ പൈസ. ഇതിപ്പോ എനിക്കൊരു പിടിയും കിട്ടണല്ലോ ഈ ബില്ല്. അങ്ങനെ 50,000 രൂപയുണ്ട്. 50,000 രൂപയുണ്ട്. എന്തെന്ന് വെച്ചാ കാര്യങ്ങൾ ചെയ്. കൊണ്ടു കൊടു കേട്ടോ. 50,000 രൂപ ഉണ്ടെന്ന്. 50,000 രൂപ? ബാക്കി 3,000 രൂപ. ബാക്കി 3,000 നീ വെച്ചാൽ നീ അങ്ങോട്ട് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിയില്ലേ കേട്ടോ. സാധനമൊക്കെ എടുത്തടിക്കും. നമ്മളെ ഒരു കാര്യം ആയി തോന്നണൊക്കെ വിളിച്ച് പറയുകയും ചെയ്തു. നമ്മളെല്ലായിടത്തും അലിമ്പും വെള്ളത്തിന്റെ പുറത്താണ്. എനിക്കറിഞ്ഞോളൂ ഇത് പൈസയൊക്കെ തന്നു.
മോശമില്ലേ? മോശം പാവം നമ്മള് ഇത്രയും നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചിരുന്നു. ഒന്നില്ലെങ്കിൽ അളിയൻ നിന്റെ പെങ്ങളെ നീ കൂടെ വാ. ഞാൻ അവള് പ്രശ്നക്കാരി എന്നടേ എന്ത് പറഞ്ഞാല് നല്ല കഞ്ഞി അളിയ അളിയ അങ്ങനെ ഞാൻ അളിയ കുഞ്ഞോന്റെ മോനല്ല. എന്നെ അടിക്കാൻ വന്നേ അല്ലല്ല അളിയ അറിയാതെ എന്തോ ഞാൻ പറഞ്ഞു പോയി. അളിയ എൻ്റെ അടുത്ത് ക്ഷമിക്കണം. ഇവനും എന്തൊക്കെയോ പറഞ്ഞ് രണ്ടുപേർക്കും വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. അളിയ ഒരു തെറ്റും എന്താന്നറിയാ അളിയ, നമുക്ക് പറ്റും, നമുക്ക് കുടുംബക്കാരല്ലേ അളിയ. കുഴപ്പമില്ല അളിയ. അച്ഛൻ വിളിക്കണം. എടുത്ത് സംസാരിക്കും. ഹലോ, ഓ ജീവനോടുണ്ടാ? ആ അച്ഛ പറഞ്ഞോ. സത്യം? ശരി 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 ഞാൻ വിളിക്കാം. പെട്ടെന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി. എടാ എന്റെ ഭാഗത്ത് തെറ്റല്ലല്ലോ. കല്യാണത്തിന് അടിയുണ്ട്, സ്വാഭാവികം. പെണ്ണ് വീട്ടുകാർക്ക് അതൊരു പ്രശ്നമല്ല. 1 മണിക്കൂറിനകത്ത് വന്നാൽ നല്ലൊരു മുഹൂർത്തമുണ്ട്. ആ പെണ്ണിനെ കൊണ്ട് എന്നെ കെട്ടിക്കാന്ന്. പിന്നെ ശരിയാവും. അത് ശരിയാവും. തളിയും വാ ഇങ്ങോട്ട്. നമ്മളെ മൊത്തം എടുത്തിട്ട് അടിച്ച് ആ കുടുംബത്തിൽ നമ്മൾ എന്തിനാ നീ ചെന്ന് കയറണത്? എന്റെ അളി എന്ന് പറഞ്ഞ എന്റെ കല്യാണം നടക്കണ്ടേന്ന്. ഇടാ എന്നെ അടിച്ച്, നിന്റെ അമ്മ അടിച്ച്, നിന്നെ അടിച്ച് ഈ ആശുപത്രിയാക്കി ആ കുടുംബമായിട്ട് നമുക്ക് ഇനി ബന്ധം വേണ്ട. ഈ കല്യാണം ഞാൻ നടത്തത്തില്ല. അളിയ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട പെണ്ണാണ്. നീ ചുമ്മാ ഇടം കൊല്ലം ചേർക്കല്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഈ കല്യാണം നടക്കൂല. ആളിയെ വരുന്നില്ലേ? വേണ്ട, ഞാൻ പൊക്കോളാം. ആ താലിമാലം ചെടി ഞാൻ കൊണ്ടുപോയി തൊട്ട്. അതെ അതെങ്ങനെ ശരിയാവും? എന്റെ താലിമാല വിറ്റിട്ടല്ലേ ഈ പറഞ്ഞ കടങ്ങൾ മൊത്തം ഞാൻ തീർത്തത്. ആശുപത്രി ചെലവ്, പിന്നെ ആ അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ, ഇതിന് എല്ലാത്തിനും പൈസ ഞാനല്ലേ ഇതിനെടുത്ത് കൊടുത്തത്. ഓഹോ, ബാക്കി എത്ര രൂപ ഉണ്ട്? ബാക്കി എണ്ണി പറയ്ക്കാൻ ഒരു 15,000 രൂപയാണ്. ആ അവന്റെ വീട്ടിലോട്ട് കൊടു. എന്തിന്? എവന്റെ 16 അടി തരം നടത്തണേ. ചേട്ടാ നന്നായിരുന്നു. അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങളുടെ പഴയ ഒരു പെർഫോമൻസ് അത്രയും വന്നിട്ടില്ല. എങ്കിൽ തന്നെയും നല്ല അച്ചടക്കമുള്ളൊരു സ്കിറ്റായിരുന്നു. സംശയങ്ങളൊന്നുമില്ല. അത് നല്ലൊരു കണ്ടന്റ് ആയിരുന്നു കേട്ടോ. ഒരു സാധാരണ കല്യാണ വീടിൽ ഇങ്ങനെ ഒരു അലമ്പുണ്ടാക്കിയിട്ട് മണവാളിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിലാക്കുന്ന ഒരു സംഭവം ഇതുവരെ വന്നിട്ടില്ല. അതിനകത്ത് കൂടെ നിൽക്കുന്ന കൂട്ടുകാരനും സജി നന്നായിട്ട് അത് പെർഫോം ചെയ്ത്. അതുപോലെ തന്നെ അളിയൻ ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ മണവാളനും ഗംഭീരം. കാരണം അന്നേരത്ത് ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നത്തിൽ ഉണ്ടാവുന്ന കുറച്ച് തമാശകൾ ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ദീപു ഇങ്ങോട്ട് വരുന്ന സമയത്ത് സജി ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് സംസാരിച്ചില്ലേ, ആ സമയത്ത് ദീപുവിനെ കണ്ടിട്ടില്ല സജി. ആ സമയത്തുള്ളൊരു ടൈമിംഗ് ഇല്ലേ, അത് അപാരമായിരുന്നു കേട്ടോ. അങ്ങനത്തെ കുറേ ഹ്യൂമറുകൾ ഉണ്ടായിരുന്നു, ആക്ഷൻ കോമഡി. അതുപോലെ തന്നെ നമ്മുടെ ശ്രീജു മറിഞ്ഞു വീഴുന്ന സംഭവം നല്ല ഗംഭീരമായിരുന്നു. അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കുറേ കൗണ്ടറുകളുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു സ്കിറ്റായിരുന്നു. നല്ലൊരു അടിച്ചു പൊളിച്ച് ചിരിക്കാനുള്ള സ്കിറ്റായിരുന്നു. അത്ര ഉണ്ടായില്ല, പക്ഷേ നിങ്ങളുടെ അവതരണം ഗ്രാൻഡായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിലും ഗംഭീരമായിട്ട് വരും എന്ന് എനിക്കറിയാം. നിങ്ങൾ ശബ്ദം കൊടുത്ത് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം നല്ല സ്കിറ്റായിട്ട് വരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നന്നായിട്ടുണ്ട്. ഈ ശബ്ദം എപ്പോഴും പലിക്കണമെന്നില്ലല്ലോ അല്ലേ? നിങ്ങൾ ശബ്ദം എടുക്കുന്നുണ്ട്, പക്ഷെ ചില പ്രാവശ്യം അതങ്ങനെയായി പോകുന്നു. പക്ഷെ ഇത് നന്നായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല ഒഴുക്കുണ്ടായിരുന്നു. കഥയ്ക്ക് തന്നെ ഒരു പുതുമയുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതൊരു സുഖമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഒരുപാട് പൊട്ടിച്ചിരി ഇല്ലെങ്കിൽ പോലും നമുക്കൊരു അയ്യേ എന്ന് തോന്നാതെ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു രസമായിരുന്നു. ദീപിന് എന്തെങ്കിലും മേലാഴി ഉണ്ടോടാ? ശരിക്കും എനിക്ക് കാല് ചെറിയൊരു ഈ പ്രശ്നമുണ്ട്. എനിക്ക് ലിഗമെന്റിന്റെ ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. ഇല്ല, അത് ഭയങ്കര എനിക്കത് ഒരു കോൺഫിഡൻസ് കുറവുണ്ട് എനിക്ക് ആ ഒരു ഇതിൽ. പക്ഷെ ഇവിടെ അത് ഫീൽ ചെയ്തില്ല. കൂടെ 2 അടിച്ച ഒരു ഫീലിംഗ് ആയതുകൊണ്ട് അത് രണ്ടും കൂടെ റോൾ പോയി, ബാലൻസ് ആയി. ആ ഒരു സംഭവം ഭയങ്കര വളരെ വൃത്തിയായിരുന്നു. അതേപോലെ സജി നല്ല രസമായിരുന്നു. ശ്രീജു നല്ല രസമായിരുന്നു. നല്ല കുഞ്ഞൊരു ഒതുങ്ങിയ സ്കിറ്റ് എന്ന് വേണം പറയാനായിട്ട്. ഗംഭീരമായിരുന്നു. കുറച്ചുകൂടെ ചിരി നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിന് വേണ്ടിയിട്ടൊന്ന് ഇരുന്നാൽ അത് ചിലപ്പോൾ കിട്ടും. നല്ല കണ്ടന്റ് ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ നല്ല കൗണ്ടറും നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് മെനക്കെട്ടാൽ മതി. അപ്പോൾ അടുത്ത പ്രാവശ്യം അതിന് ശ്രമിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചേട്ടാ നല്ല സ്കിറ്റായിരുന്നു. സാധാരണ കല്യാണ വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കല്യാണ വീട്ടിൽ നടക്കുന്ന ഒരുപാട് തമാശകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നിങ്ങൾ പിടിച്ച ഒരു പ്ലോട്ടെന്ന് പറയുന്നത് അവിടെ നിന്ന് ഈ കല്യാണ ചെറുക്കനെ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടിടുക. അതിനൊരു കഥയുണ്ടാവുക. അത് ഈ അളിയൻ കാരണമാണെന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ അളിയനുണ്ടാക്കിയ പ്രശ്നം പറയുന്നില്ലേ, മമ്മൂക്കെ അനുകരിച്ചാന്ന് പറഞ്ഞു. അതാണ് ഇതിനകത്ത് ഏറ്റവും പുതുമയുള്ളതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഇക്കയുടെ ആ ഒരു സ്റ്റില്ല് ഭയങ്കര വൈറലാ. കാലുമേലൊരു ചായ. പക്ഷെ അത് ഇദ്ദേഹം അനുകരിക്കാൻ നോക്കിയിട്ട് അത് പൊളിഞ്ഞിട്ട് അവിടെ നിന്നാണ് ഈ പാവ ഈ തല്ലെല്ലാം മേടിച്ച് അവിടെ വന്നത്. അത് വളരെ പ്ലസൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഉഗ്രനായിരുന്നു. പിന്നെ കൗണ്ടറുകളുടെ ഒരു കുറവാണ് ഇതിനകത്ത് ആകെ ശകലം ഉണ്ടായിട്ടുള്ളത്. കാരണം 1 പറഞ്ഞ് 2 ഒരു 1 2 3 എന്ന് പറയുന്ന സാധനം കുറവാണ്. എന്നാലും നിങ്ങൾ ഭംഗിയായിട്ട് അത് കളിച്ചിട്ടുണ്ട്.
3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. എന്തായാലും നന്നായിരുന്നു. ഒരു നല്ല കൈഡി. പെട്ടെന്ന് മാർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ നല്ലൊരു മുഹൂർത്തമുണ്ട്. പെട്ടെന്ന് പോവാ അല്ലേ? കല്യാണം നടക്കും. നല്ലൊരു മുഹൂർത്തമുണ്ട്. അത് വേഗം അങ്ങനെ നീക്കൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. ആദ്യത്തെ ആ ചെലവിന് വേണ്ടിട്ട് ഒരു 15,000 രൂപ കൊടുക്കും. 15,000 ഓൾറെഡി നമ്മുടെ ഉണ്ട്. ഒരു 15,000 ആയിട്ടുണ്ട് കല്യാണ ചെലവിലേക്ക് സംഭാവന. അതെ അതെ, ഒരു 20 രൂപ കൊടുത്തേക്കും. ടോട്ടൽ 35,000 ആയിട്ടുണ്ട്. ബാക്കി ഞാൻ വേഗം പോയിക്കോ. ഓക്കെ, ടോട്ടൽ എമൗണ്ട് 50,000 രൂപ. അടിപൊളി. ഡിസ്ചാർജ് ഷീറ്റൊക്കെ വാങ്ങിയിട്ട് വേഗം പോകും. 1 മണിക്കൂറിനകത്ത് എല്ലാവിധ ആശംസകളും. ഇത് മുടക്കരുത് കേട്ടോ. ശരി കൂട്ടുകാരാ. താങ്ക് യു. ഇന്നത്തെ ചിരി നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇതിലും കൂടുതൽ ചിരികളോട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം. ഓക്കെ. നമ്മുടെ ഓഡിയൻസിന് നല്ല കൈയ്യടി കൊടുക്കണം. താങ്ക് യു സോ മച്ച്. കൂടുതൽ ചിരിക്കാൻ, കൂടുതൽ സന്തോഷിക്കാൻ ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.